മറ്റൊരു വാർത്തയിലേക്ക്. കുർബാന തർക്കത്തിൽ ബസലിക്കയിൽ കയറി പ്രതിഷേധിച്ച വൈദികർക്കെതിരെ നടപടിക്ക് സിറോ മലബാർ സഭ സിനഡിന്റെ നിർദ്ദേശം. 21 വൈദികർക്കെതിരെ നടപടിയെടുക്കാനാണ് സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബസലിക്ക കയ്യേറി വൈദികർ നടത്തിയ സമരം അപലപനീയമാണെന്നും ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും സിനഡ് ആഹ്വാനം ചെയ്തു. ലേബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലേബി, ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഇപ്പോൾ വൈദികർക്കെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, വീണ്ടും അങ്കമാലി അതിരു തർക്കം ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 21 വൈദികർ ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറി വന്ന് പ്രാർത്ഥനാ യജ്ഞം നടത്തി പ്രതിഷേധിച്ചത്. ക്യൂരിയയിൽ ഉള്ള ചില ആളുകൾ ചില കേസുകളിൽ പ്രതിയാണ്. ഇവരെ ഈ അതിരൂപത ക്യൂരിയ ഭരണസമിതിയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി ഇന്നലെ വൈകിട്ട് നടന്നത്. ഈ പ്രതിഷേധം ബിഷപ്പ് ഹൗസിനുള്ളിൽ നടന്നതോടുകൂടി മറുവിഭാഗം എത്തുകയും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇതേ തുടർന്നാണ് ഇന്ന് സിറോ മലബാർ സഭ സിനഡ് ഇത്തരത്തിൽ ഈ ബിഷപ്പ് ഹൗസിനകത്ത് കയറി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി വേണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 21 വൈദികർക്കെതിരെയും നടപടി വേണം എന്നാണ് ഇപ്പോൾ സിനഡിന്റെ ആവശ്യം. ഈ സിനഡിന്റെ നിർദ്ദേശത്തോട് പക്ഷേ വിമതപക്ഷത്തിന്റെ നിലപാട് തങ്ങൾ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല ക്യൂരിയയിൽ നിന്ന് ഇത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടവരെ പുറത്താക്കാനുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ട ആവശ്യമില്ല, നടപടി തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് വിമതപക്ഷം ഇപ്പോൾ പറയുന്നത്. ഏതായാലും കുർബാന തർക്കം വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സജീവമാവുകയാണ്. വിനീത, ശരി. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകി.